ഹായ് ഫ്രണ്ട്സ്, ഡാർക്ക് എഫ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂബി ജോജി. ഇത് ഞങ്ങളുടെ ചാനൽ ഡാർക്ക് എഫ്. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. ഒരു ചെറിയ സാമ്പാർ ബിഗിനേഴ്സിന് വേണ്ടി ഒരു ചെറിയ കൂട്ടുതോരൻ. ഓക്കെ, അപ്പോൾ ഓടിവായോ നമുക്ക് കയറിയാക്കാൻ ചാനലിലോട്ട്. അപ്പം നമുക്ക് സാമ്പാറിൻ്റെ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വിടാം. ഇത് പുതിയതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ബിഗിനിങ് ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയാണ്. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് വേണ്ടി, അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാനുള്ള രീതിയിൽ അതിനു വേണ്ടിയാണ് കൂടുതലും ഞാൻ ഉണ്ടാക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കഷ്ണങ്ങൾ ആദ്യം ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കുക. ഇതിനകത്ത് നമുക്ക് എന്ത് കഷ്ണങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ അതിനകത്ത് എനിക്ക് വലിയ പിള്ളേർ ജയ്ഡൻ അധികം കഷ്ണങ്ങളൊന്നും കഴിക്കത്തില്ലാത്തതുകൊണ്ട് മുരിങ്ങക്കായ ഉണ്ട്, സബോള ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, നമ്മുടെ പൊട്ടറ്റോ ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടാതെ പുളി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തൂവരപ്പരിപ്പ്, പിന്നെ കായം എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതാണ് മെയിനായിട്ട് വേണ്ടത്. കായപ്പൊടി, പിന്നെ നമ്മുടെ നമ്മുടെ സാമ്പാർ പൗഡർ. ഓക്കെ, എന്തൊക്കെയാണെന്നൊന്നും കൂടെ പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഒരു സ്വല്പം, സാമ്പാർ മസാല, പിന്നെ കായപ്പൊടി. ഓക്കെ, കായപ്പൊടി. ഇത്രയുമാണ് മെയിനായിട്ട് വേണ്ടത് സാമ്പാറിന് വേണ്ടി. അപ്പോൾ തുടങ്ങിയേക്കാം. അപ്പോൾ ഒരു കപ്പ് തുവരപ്പരിപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇതിനെ ഒന്ന് കഴുകിയിട്ട് വരാം. പരിപ്പ് കഴുകി വെച്ചേക്കുന്നിടത്തോട്ട് നമുക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്തിടാവേ. ഞാൻ കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറാകുമ്പോൾ എളുപ്പത്തിന് നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കും എവിടെയെങ്കിലും ജോലി ചെയ്യാൻ ഇതിൽ പോകുന്നവർക്കും എല്ലാം ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പോകാമല്ലോ. രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാനാണെങ്കിൽ അതിന് വേണ്ടിയാണ് കേട്ടോ. എല്ലാം ഓരോന്നായിട്ട് എടുത്തിടുക. ക്യാരറ്റ്, പൊട്ടറ്റോ, മുരിങ്ങയ്ക്ക, ടൊമാറ്റോ, ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇടാം. മീൻസ് ഇത് നമ്മുടെ പാവയ്ക്ക ഒന്നും ഇടല്ല, പാവയ്ക്ക ഇട്ടാൽ കഴിക്കും. ഓക്കെ, അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ മസാലക്കൂട്ട്. ആ മസാലക്കൂട്ടിനെ ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി. അത് നമ്മൾ സാധാരണ മസാല എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ മല്ലിപ്പൊടി എടുക്കാൻ നോക്കണം. അപ്പോൾ മല്ലിപ്പൊടി എപ്പോഴും സാമ്പാറിന് കൂടുതലായിരിക്കണം. അപ്പോൾ ഇത് 2 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് എൻ്റെ അകത്ത്. 1 സ്പൂൺ മുളകുണ്ട്, 1 സ്പൂൺ മഞ്ഞളുണ്ട്, പിന്നെ ബാക്കി നമ്മുടെ കായത്തിൻ്റെ പൊടിയുണ്ട്, അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഉലുവാപ്പൊടി. ഓക്കെ, പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ മസാലക്കൂട്ടാണ്, അതും ഞാനിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി, ഞാൻ പുളി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പുളി നല്ലതായിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ കഷ്ണങ്ങളുടെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, പുളി നമ്മുടെ കഷ്ണങ്ങളിലോട്ട് ഒഴിച്ചിട്ട് ആ പുളിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ കഷ്ണങ്ങൾ വേകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ഒരു മണം കാണും. ഓക്കെ, സാമ്പാറിൻ്റേതായ നല്ലൊരു സ്മെല്ലും ഒക്കെ വരും. പുളിവെള്ളത്തിലാണ് സാധാരണ നമ്മൾ ഇത് ചെയ്യേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് എടുക്കാം കേട്ടോ. ഉപ്പ്
ഓക്കെ, അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട്. അപ്പോൾ എന്തൊക്കെ ഇട്ടു? പരിപ്പ്, ആദ്യം നമ്മൾ പരിപ്പ് കഴുകിയിട്ടു. അതിൻ്റെ അകത്തോട്ട് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് മസാല ഇട്ടു. മസാലയ്ക്കകത്ത് എപ്പോഴും നമ്മൾ മുളക് പൊടി എടുക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടുതൽ മല്ലിപ്പൊടി എടുക്കണം. സാമ്പാറിന് കൂടുതലും മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി എടുത്തിട്ട് അതും കൂടെ ചേർത്ത് മസാല ഒന്ന് ജസ്റ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടണം. അത് കഴിഞ്ഞ് മുളകും നമ്മുടെ ഉപ്പും ഇട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ, അത് സിമ്മേൽ വെച്ചിട്ടാണ് ആ വിസിൽ വരേണ്ടത്. ജസ്റ്റ് ഒന്ന് ഇതാകുമ്പോഴത്തേക്കും ചൂടായി മേളിലോട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സിമ്മേൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിക്കണം. അപ്പോഴത്തേക്കും സാമ്പാറായി കാണും. അപ്പോൾ ഇനി സാമ്പാറായി കഴിയുമ്പോൾ ഞാൻ വരാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് വയ്ക്കാൻ പോവാം. അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വരാം. ഇതിലോട്ട് നമ്മൾ കായപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇടുവാണ്. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ജീരകം ഇടുവാണ് സാമ്പാറിൻ്റെ അകത്ത്. അത് നമ്മൾ കടുക് വറുക്കുന്നതിൻ്റെ അകത്ത് സാമ്പാർ മതിപ്പൊടിയിലോട്ടല്ല. അത് കഴിഞ്ഞ് നമ്മുടെ താളിച്ചത് നമ്മുടെ സാമ്പാറിലോട്ട് ഇടണം. നമ്മുടെ താളിപ്പെടുത്ത് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മുടെ പൊടിയും താളിച്ച് വെച്ചതിൻ്റെ അതിലോട്ട് നമ്മുടെ കഷ്ണങ്ങൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിരിച്ച് സാമ്പാറിലോട്ടിടും. സാമ്പാറും നമ്മുടെ പണിയും കഴിഞ്ഞു. സാമ്പാറിൻ്റെ പണിയല്ലേ. ഓക്കെ, അപ്പോൾ കണ്ടേ, നല്ല അടിപൊളി സാമ്പാർ ഇവിടെ തയ്യാറായി. കണ്ടോ, ഇത്രയേ ഉള്ളൂ സാമ്പാർ. അപ്പം ഇനിയും വേറൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ. ഓക്കെ.